SFI ഇന്ന് കേരളത്തിൽ 14 ജില്ലകളിലും ഇതേ രീതിയിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവകാശ പത്രിക അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. തിരുവനന്തപുരം ലോക് ഭവനിലേക്ക് നടക്കുന്ന ഇതേപോലുള്ള സമരത്തിനകത്ത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരം ഇന്ന് അവിടെ ഇതേ നിമിഷം തന്നെ കേരളത്തിനകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ അവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് SFI ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പോലെ അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള 102 ഇനങ്ങളായിട്ടുള്ള അവകാശങ്ങൾ അംഗീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുമ്പോൾ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഓഫീസിന്റെ മുന്നിലേക്കാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചെന്ന ചോദ്യം ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, അവകാശങ്ങൾ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി SFI എല്ലാ വർഷവും ഈ മാർച്ച് സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കേരളത്തിനകത്തുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ അതിനകത്ത് ഭൂരിഭാഗം കാര്യങ്ങളും ഈ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കി വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന സ്ഥിതി കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്നാൽ ഇന്നിതാ ഈ അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് നിലക്കുന്ന സ്ഥിതി മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള ഭരണകൂടവും ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും സംഘപരിവാറിന് തീരെഴുതി കൊടുത്തുകൊണ്ട് കച്ചവട സ്ഥാപനമാക്കി മാറ്റിക്കഴിഞ്ഞതിന്റെ തെളിവുകൾ പുറത്തു വന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ അതിന്റെ ഫലം കാത്തിരുന്ന വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ആ റിസൾട്ട് വരുമ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞത് പരീക്ഷ ചോദ്യപേപ്പർ ചോരുകയും വിദ്യാർത്ഥികളോട് പറയുന്നു പരീക്ഷ റദ്ദാക്കിയെന്ന് പറഞ്ഞ് അതിന്റെ മാനസിക പ്രയാസം കാരണം മാത്രം ഇന്ത്യയിൽ 21 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 21 വിദ്യാർത്ഥികൾ രാജ്യത്തോട് മത്സര പരീക്ഷകത്തിന്റെ പ്രയാസം പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്ത രീതിയിലേക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല മാത്രമാണോ തോന്നിയിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 150 മത്സര പരീക്ഷകൾ ചോരുകയാണ്. CBSE പരീക്ഷ, നെറ്റ് എക്സാം, നീറ്റ് എക്സാം തുടങ്ങിയ 150ഓളം പരീക്ഷ ചോദ്യപേപ്പർ ചോരുന്ന സ്ഥിതിയിലേക്ക് മാറി. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് തുടർന്നുകൊണ്ടേ പോകാം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ വിൽപ്പനക്ക് വെക്കുന്നത് 50 ലക്ഷത്തിന് പോലും ക്വസ്റ്റ്യൻ പേപ്പർ വിൽപ്പനക്ക് വെക്കുന്ന ഈ കേന്ദ്ര സർക്കാർ മാറുമ്പോൾ ഇവർ കരുതി ഇതാരും പ്രതികരിക്കാൻ വേണ്ടി വരുന്നില്ല, ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുകളില്ല, ആരും സമരം ചെയ്യാൻ വേണ്ടി വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും റീടെസ്റ്റ് നടത്തിയപ്പോൾ അതിനകത്തും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നോട്ട് വെച്ചപ്പോൾ അതിനകത്തും അത് വീണ്ടും കച്ചവടമാക്കുന്ന രീതിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപക്ക് വിൽപ്പന ചരക്കാക്കുന്ന രീതിയിലേക്ക് മാറി. പക്ഷേ ഇതാ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് നമ്മൾ അടുത്ത കാലത്തൊന്നും കാണാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് ഇതാ യുവാക്കളും വിദ്യാർത്ഥികളും രാജ്യ തലസ്ഥാനത്ത് ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. എന്താണ് ആവശ്യപ്പെടുന്നത്? ഇന്ത്യക്കകത്തുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നു. SFI അഖിലേന്ത്യാ ഭാരവാഹികൾ ആ സമരത്തോടൊപ്പം ചേർന്ന് ആ നിരാഹാര സമരത്തിന്റെ ഭാഗമാകുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ സമരം നടത്തി മുന്നോട്ട് വരുമ്പോൾ ഇവർ കരുതി പോലീസുകാരെ കാണിച്ചുകൊണ്ട്, പോലീസുകാരുള്ള കാണിച്ചുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് ഈ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്ന നടന്നത്. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോ ദിവസം പിന്നിടുന്ന സമയത്ത് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കകത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ് പോലീസ് അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ വേണ്ടി നോക്കുന്നത്? തലക്കടിച്ചു വിദ്യാർത്ഥികളെ, പെൺകുട്ടികളോ ആൺകുട്ടികളോ നോക്കാതെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്ന കാണാൻ വേണ്ടി കഴിയില്ലേ? ലാത്തികളിൽ ആണികൾ തിരികെ കയറ്റി ആ ആണി കൊണ്ട് വിദ്യാർത്ഥികളുടെ തലക്കും മുഖത്തും അടിക്കുന്നത് കാണാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞില്ലേ? എത്ര മൃഗീയമായിട്ടുള്ള ആക്രമണമാണ് ഈ ഭരണകൂടം വിദ്യാർത്ഥികൾക്ക് നേരെ മുന്നോട്ട് വരുന്നത്. രാജ്യത്ത് പീഡിപ്പിക്കുന്ന ആളുകൾ, ബലാത്സംഗം ചെയ്യുന്ന ആളുകൾ, അവർക്കെതിരെ പോലും ഒരു തരത്തിൽ ആക്രമണം നടത്താൻ ഈ പോലീസുകാർ തയ്യാറായിട്ടില്ല. അവരെ എല്ലാ സുരക്ഷിത സംവിധാനത്തിലൂടെ വാഹനങ്ങളെ കൊണ്ടുപോകും. എന്നാൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി നോക്കിയ ഞങ്ങളെ കൊലപ്പെടുത്തിയാലും ഞങ്ങൾ തിരിച്ചു പോകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ രാജ്യ തലസ്ഥാനത്ത് സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും
ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഡൽഹിയുടെ സമരമുഖത്തേക്ക് ഡൽഹി സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങൾ ഇവിടെ അവസാനിക്കാൻ വേണ്ടി ആലോചിക്കുന്നില്ല. ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് എന്താണ് വളർന്നിട്ടുള്ളത്, എന്താണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത് ചോദിച്ചാൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അല്ലെങ്കിൽ നരേന്ദ്രമോദി പറയുക താടി വളർന്നിട്ടുണ്ട്, മീശ വളർന്നിട്ടുണ്ട്, ബുദ്ധി മാത്രം വളർന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താടി തന്നെ താഴോട്ട് പോകുന്നുണ്ട്, ഇന്ത്യ വീണ്ടും താഴോട്ട് പോകുന്നുണ്ട്. ഉൾപ്പുണ്ടോ നരേന്ദ്രമോദി എന്ന് ചോദിക്കേണ്ട രീതിയിലേക്ക് രാജ്യത്തെ ഭരണകൂടം മാറുക. എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെ സമരം നടത്തുമ്പോൾ കേരളത്തിനകത്തുള്ള പ്രശസ്ത സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പ്രതികരിച്ചു. പല ആളുകളും ടോവിനോ തോമസ് അതിനകത്ത് പ്രതികരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. ആ സമരം ചെയ്യുന്ന ആളുകളെ, ഈ ജനാധിപത്യ രാജ്യത്തിനകത്തുള്ള വിദ്യാർത്ഥികളെ അതിനെ നേരിടേണ്ടത് ആ സമരത്തെ അടിച്ചമർത്തിക്കൊണ്ടല്ലാന്ന് ഒരു പ്രതികരണം മുന്നോട്ട് വെച്ചപ്പോൾ ഇവിടുത്തെ BJP പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകർ എന്താ ചെയ്തത്? ടോവിനോയുടെ വീട്ടിലെ മുമ്പിലേക്ക് മാർച്ച് നടത്തിയ, ടോവിനയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ആക്രമിക്കുന്ന മഹാനീയ സ്ഥിതിയിലേക്ക് പോകുന്നു. ഞങ്ങൾ അത്തരത്തിൽ സമരം ചെയ്ത ആളുകളോട് ചോദിക്കാനുള്ളത്, ആ പ്രസ്ഥാനത്തോട് ചോദിക്കാനുള്ളത്, ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം, ഈ രാജ്യത്തിനകത്തെ ജനങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം ഇന്ത്യ തന്തയുടെ വകയാണെന്നോ RSSകാരോട് ചോദിക്കാണ്. നിങ്ങളുടെ പരമാണു സ്വത്താണോ ഇന്ത്യ രാജ്യങ്ങളോട് ചോദിക്കാണ്. അങ്ങനെ വല്ല മോഹവുമായി ഈ തെരുവിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങൾ കടന്നു വന്നാൽ ഒരു RSSകാരന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് പ്രതിരോധം തീർക്കാൻ ഇവിടുത്തെ SFI തെരുവിലുണ്ടാവുമെന്നും കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുക. ഞങ്ങൾ ഈ സമരത്തോട് ഞങ്ങൾ പറഞ്ഞു, അവകാശ പത്രികകത്ത് ഞങ്ങൾ 102 ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഈ രാജ്യത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. രണ്ടാമത്തത് കേരളത്തിലെ സർവകലാശാലയുടെ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണറെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യുക. RSSന്റെ അജണ്ട വഹിക്കാനുള്ള ഒരു പദവിയായി അതിന് നമ്മുടെ കേരളത്തിൽ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും സ്ഥിരമായിട്ടുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുക. മറ്റൊന്ന്, ഇപ്പോൾ കേരളത്തിൽ വലതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ അവരൊരു പദ്ധതി മുന്നോട്ട് വെച്ചു. ആ പദ്ധതി KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞു വലിയ കൊട്ടികൾ വെച്ചിട്ടുകൊണ്ട് ജനങ്ങൾക്കിടെ പറഞ്ഞു ഞങ്ങളിത് വലിയ മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നതാണ്. കോൺഗ്രസ് പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ദിവസവും സർക്കാർ ജോലിക്ക് പോകുന്ന, ദിവസവും മറ്റു പല സ്ഥാപനങ്ങളിൽ മാസ ശമ്പളം വാങ്ങുന്ന ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇന്ന് KSRTC ആയി മാറിയ, കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ല, പലരും ആ രീതിയിലേക്ക് മാറുന്നു. എന്നാൽ ആ പദ്ധതി ഒഴിവാക്കണം ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ അവകാശ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, കേരളത്തിലെ മുഴുവൻ KSRTC ബസ്സുകളിലും വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കാൻ വേണ്ടി കൂടി ആവശ്യപ്പെടുക. ഈ കേരളത്തിനകത്തുള്ള വിദ്യാർത്ഥികൾ, ഗവൺമെന്റ് സ്കൂളിനകത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഏത് വിദ്യാഭ്യാസ സ്ഥാപനമായിക്കോട്ടെ, ഈ നാടിനകത്തെ പാവപ്പെട്ട കർഷകരുടെയും കർഷക തൊഴിലാളിയുടെ മക്കളാണ്. ആ മക്കൾ ഒരു ദിവസം സ്കൂളിനകത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു 2 രൂപ കൊടുക്കുമ്പോൾ അത് പോരാന്ന് പറഞ്ഞ് ആ പണം വർദ്ധിപ്പിച്ച് 10 രൂപയും 15 രൂപയും വാങ്ങുന്ന രീതിയിലേക്ക് ഇന്ന് പ്രൈവറ്റ് ബസ് മുതലാളിമാരും KSRTC ഫുൾ ടിക്കറ്റും എടുത്തു പോവുകയാണ്. ഇങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല? അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, കേരളത്തിലെ മുഴുവൻ ബസ്സുകളിലും ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണം കൂടി പ്രഖ്യാപിക്കുക. തുടങ്ങിയ 102 ആവശ്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള സമരത്തിന് വരുന്ന കാലത്തും നേതൃത്വം കൊടുക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നിവിടെ സമരം നടത്തുമ്പോൾ ഈ സമരത്തിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന